പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഹെബ്രായർ 3:12 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ പങ്കുകാരാകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നാം ദുഷ്ടഹൃദയരായി മാറുകയാണ്. എന്ത് തിന്മയും ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു മടിയും അപ്പോൾ ഉണ്ടാകുകയില്ല. ലൂക്ക 22:31 ഈശോ ശിമിയോനെ വിളിച്ച് പ്രകാരം പറയുന്നുണ്ട്, ശിമിയോൻ ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നത് സാത്താനാണ്. അതിനാൽ നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിൻ്റെ പരിച നാം എടുത്തില്ലെങ്കിൽ സാത്താൻ നമ്മെ ആക്രമിക്കും എന്ന് ഉറപ്പാണ്. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? റോമ 10:17 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ യേശുവിനെക്കുറിച്ച് നാം കേൾക്കുമ്പോഴാണ് യേശുവിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. യേശു എനിക്കാരാണ്? യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? യേശു എങ്ങനെയാണ് എന്നെ രക്ഷിച്ചത്? ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ഒരു ബോധ്യമുണ്ടാകുമ്പോൾ യേശുവിനോടുള്ള നമ്മുടെ വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും എന്നുള്ളത് ഉറപ്പാണ്. യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന എവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് യേശു വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നമ്മുടെ പാപഭാരമെല്ലാം യേശു ഏറ്റെടുത്ത് നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കി. യേശുവിൻ്റെ കുരിശു മരണമാണ് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചത്. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. യേശു നമ്മുടെ പാപ പരിഹാര ബലിയാണ്. യേശു നേടിത്തന്ന രക്ഷ നാം സ്വന്തമാക്കുന്നത് നാം അനുതാപത്തോടെ യേശുവിങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക് ചെല്ലുമ്പോഴാണ്. നാം ഏത് അവസ്ഥയിലായിരുന്നാലും, ഏത് പാപാന്തകാരത്തിലായിരുന്നാലും ഒരു വ്യവസ്ഥയും കൂടാതെ സ്നേഹിക്കുന്ന, അതിരുകളില്ലാത്ത സ്നേഹമാണ് നമ്മുടെ ദൈവം. ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. യേശു പറയുന്നു, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടായിരിക്കുമെന്ന്. പാപികളെ തേടിയാണ് യേശുനാഥൻ ഈ ലോകത്തേക്ക് വന്നത്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവം കൂടുതലായി സന്തോഷിക്കുന്നു. അതിനാൽ നാം അനുതപിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, യേശുവിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ നിറയ്ക്കണം. അപ്പോൾ സാത്താനിൽ നിന്നും രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കും. ആത്മാവിൻ്റെ വാളാണ് ദൈവത്തിൻ്റെ വചനം. സാത്താനെ പുറന്തള്ളുവാനായിട്ട് വിശ്വാസത്തിൻ്റെ പരിചയം, അതുപോലെ തന്നെ ആത്മാവിൻ്റെ വാളായ ദൈവത്തിൻ്റെ വചനവും നാം എടുക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.